ഹലോ, ഇന്ന് നമ്മൾ റീഡിംഗ് ഓൺ മോഡേൺ അറബിക് പ്രോസിലെ ബ്ലോക്ക് 1-ലെ ഷുവർ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാഹിയ ഫന്നിൽ മക്കാല, അതായത് എസ്സെ എന്നാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ നോക്കുക. ബഹ്തു കസീറു ഫിൽ ഇൽമി ഔ അദബി ഔ സിയാസിയ ഔ ലിജ്തിമായി തതനാവലു ജാനിബി മിൻ ജവാനിബി മൗലൂഉ മാ, അതായത് ശാസ്ത്രം, സാഹിത്യം, രാഷ്ട്രീയം തുടങ്ങിയ ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഒരു ചെറിയ ഭാഗത്തെക്കുറിച്ച് എഴുതുന്ന ചെറിയൊരു കുറിപ്പിനാണ് എസ്സെ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാതാ താരിഫു അൻ സീറത്ത് ജാത്തിയ, CV അല്ലെങ്കിൽ ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതിനെക്കുറിച്ച് എഴുതാനാണ്. ഓക്കെ, അപ്പം മീനിങ് പറയാം. ഒരാൾ തൻ്റെ സ്വന്തം ജീവിതകഥ പറയുന്നതിനാണ് ആത്മകഥ എന്ന് പറയുന്നത്. അത് ആ വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെയാണ് വ്യക്തമാക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ മാഹിയ കിസ്സത്തുൽ കസീറ, ഷോർട്ട് സ്റ്റോറി എന്നാൽ എന്താണ്? ഓക്കെ, മീനിങ് സാഹിത്യത്തിലെ വളരെ പ്രശസ്തവും ജനപ്രിയവുമായ ഒരു വിഭാഗമാണ് ചെറുകഥ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി. കുറച്ച് കഥാപാത്രങ്ങളും അവർ തമ്മിലുള്ള സംഭവങ്ങളും ചേർന്നതാണ് ഇത്. ഫോർത്ത് ക്വസ്റ്റ്യൻ മാഹിയ റിവായ, നോവൽ എന്നാൽ എന്ത്? നോവൽ എന്നാൽ നീളമുള്ള ഒരു ഗദ്യകഥയാണ്. സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വിഭാഗമാണിത്. വായിക്കുന്നവർക്ക് രസം നൽകുന്ന നല്ല കഥകളാണ് നോവലുകളിൽ ഉണ്ടാകാറുള്ളത്. പിന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ മാഹിയൽ മസ്രഹിയ, നാടകം അല്ലെങ്കിൽ ഡ്രാമ എന്നാൽ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നിങ്ങൾ വായിച്ചു നോക്കുക. മലയാളം മീനിങ് മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൂടെയും പ്രവർത്തികളിലൂടെയും ഒരു കഥ പറയുന്ന സാഹിത്യ രൂപമാണ് നാടകം. കാണികൾക്ക് മുന്നിൽ സ്റ്റേജിൽ വെച്ചാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇനി ബ്ലോക്ക് 2-ൽ 2 മാർക്സിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ മാഹിയൽ ലുറൂഫുല്ലത്തി അജ്ബർത്ത് ഹനാമിന അല തറക ദുറാസ വൽ അമൽ ഫി മഹ്നശത്ത, അതായത് ഹനാമിന എന്ന എഴുത്തുകാരൻ തൻ്റെ പഠനം ഉപേക്ഷിക്കാനും വിവിധ ജോലികൾ ചെയ്യാനും ഈടാക്കിയ സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? അപ്പം ആൻസർ നിങ്ങൾ പഠിക്കുക കേട്ടോ. മീനിങ് പറഞ്ഞുതരാം. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും മൂലം അദ്ദേഹത്തിന് പഠനം നിർത്തിവെക്കേണ്ടി വരികയും ജീവിക്കാൻ വേണ്ടി പലതരം ജോലികൾ ചെയ്യേണ്ടി വരികയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, മാഹിയൽ മൗലൂആത്തുല്ലത്തി റകസ അലൈഹ ഹനാമിന ഫി റിവായത്തി, അതായത് ഹനാമിന തൻ്റെ നോവലുകളിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച വിഷയങ്ങൾ ഏതെല്ലാമാണ്? റകസ ഹനാമിനത്ത് ഫി റിവായാത്തി അല മഅനാത്ത്, അതായത് ഹനാമിന തൻ്റെ നോവലുകളിൽ താഴെ പറയുന്ന വിഷയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. അവിടെ അറബിയിൽ കൊടുത്തിട്ടുണ്ട് കോമ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. ഫോർ എക്സാമ്പിൾ മഅനാത്തു തബഖാത്തുൽ ഫക്കീറ വൽ കാദിഹ, സിറാഉൽ ഇൻസാൻ മാൽ ബഹരി ഖലായൽ മുജ്തമയ ഹമൂമുൽ ഉമ്മത്തുൽ അറബിയ വൽ ഹുബു വർ റൊമാൻസിയ, ഇതൊക്കെയാണ് വിഷയങ്ങൾ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഐന വഖഅത്തിൽ കുംബുല, കുംബുല മീൻസ് ബോംബ്. ഓക്കെ, ഐന വഖഅത്തിൽ കുംബുല അൽ മൗഖൂത്ത് അല്ലതി തതഹദ്ദസു അൻഹൽ ഖിസ്സ, കഥയിൽ പറയുന്ന ആ ടൈം ബോംബ് എവിടെയാണ് വീണത് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചത്? ആൻസർ എന്താ? ആർട്സ് കോളേജ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിനടുത്തുള്ള അൽ ഹൽബൂനി എന്ന പ്രദേശത്താണ് ബോംബ് വീണത്. ഫോർത്ത് ക്വസ്റ്റ്യൻ മാതാ ഫഅലല്ലാഹു ബിഇൻദമാ ഇക്തശഫൽ കുംബുല അൽ മൗഖൂത, ടൈം ബോംബ് കണ്ടെത്തിയപ്പോൾ പോലീസ് ഓഫീസർ എന്താണ് ചെയ്തത്? ആൻസർ എന്താ? ബോംബ് സ്ക്വാഡിനെ വിവരം അറിയിച്ചു. ആളുകളെ ബോംബിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ മതാ വുലിദ ഹനാമിന വ ഐന, എപ്പോഴാണ് എവിടെയാണ് ഹനാമിന ജനിച്ചത്? എവിടെയാ? 1924 ലാദക്കിയ നഗരത്തിലാണ് ഹനാമിന ജനിച്ചത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ. താങ്ക് യു ഫോർ വാച്ചിങ്.